ചത്താപ്പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് കണ്ടിപ്പോൾ വന്നതേ ഉള്ളൂ. ഒറ്റ വാക്കി പറയാനാണെങ്കിൽ നല്ല അടിപൊളി പടം, ഒരു രക്ഷയില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഒന്നാമത്തെ പോസിറ്റീവിൻ്റെ ടെക്നിക്കൽ ബ്രില്യൻസ് ആണ്. കാരണം എടുത്ത് വെച്ചേക്കുന്നത് ഒരു രക്ഷയില്ലാത്ത കൂട്ടാണ്. ഇതിൻ്റെ ആനന്ദ് സി ചന്ദ്രൻ്റെ സിനിമാറ്റോഗ്രാഫി ജോമോനും വർക്ക് ചെയ്തിട്ടുണ്ടോ തോന്നുന്നു. ലാസ്റ്റ് ക്രെഡിറ്റിനകത്ത് ഞാൻ ജോമൻ്റെ പേര് കണ്ടത് അഡീഷണൽ സിനിമാറ്റോഗ്രാഫിയുടെ പേരിൽ. ആൻഡ് എനിവേ കിടിലം വർക്ക്, ഫ്രെയിംസ് വെറുതെ പൊളിയായിരുന്നു. പിന്നെ ശങ്കർ ഷാൻലോയുടെ മ്യൂസിക് അതൊരു രക്ഷയില്ല. നമുക്ക് അറിയാമല്ലോ ശങ്കർ ഷാൻലോ പുള്ളി അവരുടെയും മലയാളത്തിൽ ആദ്യത്തെ ഫിലിമാണ്, അത് അവർ പൊളിച്ചിട്ടുമുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡയറക്ടർ അദ്വൈത് നായർ, പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എടുത്ത് WWE പറ്റിയൊക്കെ ആ ഒരു കോൺസെപ്റ്റലൈസ് ചെയ്ത് ഇവിടെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരു പരിപാടി. അത് നല്ല പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്തും കൈവിട്ട് പോയാൽ ഭയങ്കര ക്രിഞ്ചാവുന്ന കൂട്ട് നമുക്ക് തോന്നും, പക്ഷേ വെൽ പാക്ഡ് ആയിരുന്നു, പക്കയായിരുന്നു. രണ്ടാമത്തെ പോസിറ്റീവിൻ്റെ കാസ്റ്റിംഗ് ആണ്, പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. അർജുൻ അശോകൻ ആണെങ്കിലും ഇഷാൻ നിഷാക്കത്ത് ആണെങ്കിലും റോഷൻ മാത്യുവും വിശാഖ് നായർ ഇവരെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ ആ ടീം ഫുള്ള്, അവരുടെ പേര് എനിക്കറിയില്ല, എന്തായാലും ആ മൊത്തത്തിൽ ആ ഒരു ടീം വാസ് അടിപൊളി. കാസ്റ്റിംഗ് പക്കയായിരുന്നു. ഇപ്പോഴത്തെ ഇമോഷണലി നല്ല കണക്ഷൻ ഉണ്ടാകാൻ, ഇമോഷണൽ കണക്ട് അത്യാവശ്യം എനിക്ക് ഫീൽ ചെയ്യും. ക്യാരക്ടേഴ്സും റിലേറ്റിവിറ്റി അല്ല, നമുക്കത് ഫീൽ ചെയ്യും. ചില സീൻസ് കഴിയുമ്പം നമുക്ക് ഇടിക്കട അവനെ എന്നുള്ള സാധനം തോന്നില്ലേ, ഇടിക്കവനെ എന്നൊക്കെ തോന്നില്ലേ, ആ ഒരു ഫീല് എനിക്ക് കിട്ടിയായിരുന്നു. ഇമോഷണലി എനിക്ക് കണക്റ്റ് ആയിരുന്നു. ആൻഡ് എനിക്ക് WWE ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് റെസ്ലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കോൺസെപ്റ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ വർക്ക് ആയി പടം. സോ ഇത് നല്ല വൈബ് പടമാണ്, അടിപൊളി പടമാണ്. നെഗറ്റീവ്സ് ആണെങ്കിൽ എനിക്ക് ഇതിനകത്തൊരു ക്യാമിയോ ഉണ്ടായിരുന്നു, പക്ഷെ ആ ക്യാമിയോ കിട്ടേണ്ട അത്രയും വന്നു പൊളിച്ചു, പക്ഷേ സംസാരിച്ച് തീർന്നു എന്ന് പറയുന്ന ടൈപ്പായി. സംസാരിച്ചപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോയിട്ട് ഹൈപ്പ് ഇങ്ങനെ താരോട്ട് പോയ ടൈപ്പായി. ആ ക്യാമിയോ വാസ് അത്രയ്ക്ക് ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയില്ല. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അവർ തന്നെ പറഞ്ഞെന്ന് തോന്നുന്നു വാൾട്ടർ ആരാന്ന്. ബട്ട് സ്റ്റിൽ ആ ക്യാമിയോ വാസ് നോട്ട് ദാറ്റ് ഇമ്പ്രസീവ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗല്ല, ഭയങ്കര ഡൗൺ ആയിട്ടൊന്നും ഒരു പൊട്ടിക്കുന്ന ഒരു ഡിപ്പ് ഫീൽ ചെയ്തു. കാരണം ഫസ്റ്റ് ഹാഫൊക്കെ നല്ല പടപടപടേന്ന് പോയിട്ട് സെക്കൻഡ് ഹാഫ് ഒരു ഡിപ്പ്. അത് പിന്നെ ആ ഡിപ്പ് വന്നില്ലെങ്കിൽ നമുക്ക് കണക്റ്റ് ആവില്ല. അതുകൊണ്ട് അതും നെഗറ്റീവായിട്ട് വലിയ നെഗറ്റീവായിട്ട് ഇത് അവോയ്ഡ് ചെയ്യാനുള്ള നെഗറ്റീവായിട്ടല്ല, ജസ്റ്റ് പറയാൻ വേണ്ടി ഒരു നെഗറ്റീവ് എന്നേ ഉള്ളൂ. ഓവറോൾ ദിസ് മൂവി ഈസ് എ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററിൽ പോകാൻ കാണും. OTTയിലും ഒന്നും കണ്ട ഈ പടം വർക്ക് ആവത്തില്ല. ഈ പടം OTT കണ്ടിട്ട് ക്രിറ്റിസൈസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ യു വോണ്ട് ഗെറ്റ് ദാറ്റ് ഫീൽ. തിയേറ്ററിൽ നല്ല ക്രൗഡ്, നല്ല കിടിലൻ ക്രൗഡായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ പോയി അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ ഒരു ഫിലിമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കാണാം.